ഇന്ത്യൻ വോയ്സ് ന്യൂസ് അവറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാലിക വാർത്തകളുടെ സമഗ്ര വിശകലനവുമായി ഞാൻ സുനിൽ പരുത്തുംപാറ. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ചരിത്രപരമായ ഈ ഉദ്ഘാടനം നടന്നത്. പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിലേക്കുള്ള ഇന്ത്യയുടെ വലിയ ചുവടുവെപ്പാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ. പരമ്പരാഗത ഡീസൽ എഞ്ചിനുകൾക്ക് പകരം അത്യാധുനിക ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയാണ് ഈ ട്രെയിനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പരിസ്ഥിതിക്ക് ദോഷകരമായ പുകയോ കാർബണോ പുറന്തള്ളുന്നില്ല. പകരം ജലബാഷ്പം മാത്രമാണ് പുറത്തുവിടുന്നത്. 3200 കുതിരശക്തിയുള്ള എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ശക്തവും നീളമേറിയതുമായ ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നാണിത്. ഡീസൽ ട്രെയിനുകളെ അപേക്ഷിച്ച് ശബ്ദമലിനീകരണം വളരെ കുറവാണ്. ഹരിയാനയിലെ ജിന്ദ് മുതൽ സോണിപത്ത് വരെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ആദ്യഘട്ടം ഏകദേശം 90 കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതി പൈലറ്റ് പ്രൊജക്ട് എന്ന നിലയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ റൂട്ടിലെ അനുഭവങ്ങൾ വിലയിരുത്തിയ ശേഷം വരും വർഷങ്ങളിൽ കൂടുതൽ ദൂരത്തേക്ക് ഈ സേവനം വ്യാപിപ്പിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി വരും കാലങ്ങളിൽ രാജ്യത്തെ പിതൃക റെയിൽവേ റൂട്ടുകളിൽ ഉൾപ്പെടെ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കാനുള്ള നീക്കങ്ങളും റെയിൽവേ മന്ത്രാലയം നടത്തുന്നുണ്ട്. കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ രാത്രികാലങ്ങളിൽ നിരന്തരമായ അപ്രഖ്യാപിത വൈദ്യുത മുടക്കം ജനജീവിതം ദുസ്സഹമാക്കുന്നു. പഞ്ചായത്തിലെ 58 കോളനി പരിസരങ്ങളിൽ ദിവസങ്ങളായി രാത്രികാലങ്ങളിൽ മണിക്കൂറുകളോളം കറണ്ട് പോകുന്നത് തുടർക്കഥയാകുന്നു. കുട്ടികളുടെ പഠനത്തെയും പ്രായമായവരുടെ ആരോഗ്യാവസ്ഥയും ഇത് ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. KSEB സെക്ഷൻ ഓഫീസിലേക്ക് പ്രദേശവാസികൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിലും പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകി അധികൃതർ ഒഴിഞ്ഞു മാറുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. സാങ്കേതിക തകരാറുകളുടെ പേരിൽ ജനങ്ങളെ ഇരുട്ടിൽ നിർത്താതെ പള്ളിക്കത്തോട് 58 കോളനി ഭാഗത്ത് കറണ്ട് ചാർജ് മുടക്കം കൂടാതെ അടയ്ക്കുന്ന ജനങ്ങൾക്ക് കൃത്യമായ മറുപടിയും തടസ്സമില്ലാത്ത വൈദ്യുതിയും ഉറപ്പാക്കാൻ KSEB അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം കേരളത്തിൽ KSEB വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാണ് KSEBയുടെ വിശദീകരണം. സംസ്ഥാനത്ത് ചൂട് കനത്തതോടെ എയർ കണ്ടീഷണറുകളുടെയും ഫാനുകളുടെയും ഉപയോഗം വർദ്ധിക്കുകയും പ്രതിദിനം വൈദ്യുതി ഉപയോഗം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളിലെ ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് ആഭ്യന്തര ഉൽപാദനത്തെ ദോഷകരമായി ബാധിച്ചു. ആവശ്യമായ വൈദ്യുതിയുടെ ഭൂരിഭാഗവും പുറത്തുനിന്ന് വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് KSEB. പുറത്തുനിന്നും വൈദ്യുതി എത്തിക്കുന്ന ലൈനുകളിലെ പ്രസരണശേഷി പരിമിതമായതും കേന്ദ്ര പൂളിൽ നിന്നുള്ള വിഹിതത്തിലുണ്ടായ കുറവും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രാത്രി 7 മുതൽ 11 വരെ തകരാറിലാകാതിരിക്കാൻ പ്രാദേശികമായി ഫീഡുകൾ ഓഫ് ചെയ്ത് നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB നിർബന്ധിതമാകുകയാണെന്ന് KSEBയുടെ വിശദീകരണം. കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിലും ദളിത് വിമോചന പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകിയ 2 കരുത്തന്മാരായ നേതാക്കളെ അനുസ്മരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം. മഹാത്മാ അയ്യൻകാളിക്ക് ശേഷം ദളിത് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ശ്രീ കല്ലറ സുകുമാരന്റെ ജന്മദിനവും ദളിത് വിമോചന പോരാട്ടങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച അഡ്വക്കേറ്റ് പോൾ ചിറക്കലോടിന്റെ ചരമദിനവുമാണ് ഓഗസ്റ്റ് 4. ഈ ദിനത്തിൽ IDFന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തുടനീളം സ്മൃതി ദിനമായി ആചരിക്കുകയാണ്. ചരിത്ര പുരുഷന്മാരുടെ സ്മരണയിൽ കേരളത്തിന്റെ ദളിത് ചരിത്രത്തിൽ അവഗണിക്കാനാവാത്ത 2 പേരുകളാണ് കല്ലറ സുകുമാരനും അഡ്വക്കേറ്റ് പോൾ ചിറക്കലോടും. മഹാത്മാ അയ്യൻകാളിയുടെ വിപ്ലവപാത പിന്തുടർന്ന ദളിത് ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ കല്ലറ സുകുമാരൻ കേരളീയ ദളിത് രാഷ്ട്രീയത്തിന് പുതിയ ദിശാബോധം നൽകിയ നേതാവാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി കോടതികളിലും പൊതുവേദികളിലും നിറഞ്ഞു നിന്ന അഡ്വക്കേറ്റ് പോൾ ചിറക്കലോടാകട്ടെ ദളിത് വിമോചന പോരാട്ടങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാവ്യക്തിത്വമാണ്. മഹാരഥന്മാരുടെ ഓർമ്മകൾ പുതുക്കി ഓഗസ്റ്റ് 4 തീയതി കേരളത്തിൽ സ്മൃതി ദിനമായി ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ ആചരിക്കുന്നു. ജാതി വിവേചനത്തിനെതിരെയും സാമൂഹിക നീതിക്ക് വേണ്ടിയും പോരാടിയ ഈ മഹാരഥന്മാരുടെ ജീവിതം പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകും. ഇതിന്റെ ഭാഗമായി ഇടുക്കി IDF ജില്ലാ കമ്മിറ്റിയുടെയും സെൻട്രൽ ഓഫ് കേരള ട്രേഡ് യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിപുലമായ സ്മൃതി സംഗമം സംഘടിപ്പിക്കുന്നു. കട്ടപ്പന ഗവൺമെന്റ് കോർപ്പറേറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10 മണി മുതലാണ് യോഗം നടത്തുക. IDF സംസ്ഥാന പ്രസിഡന്റ് ശ്രീ P. ഷൺമുഖൻ യോഗം ഉദ്ഘാടനം ചെയ്യും. റവറന്റ് ഫാദർ ബേബി പള്ളിപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തും. സമൂഹത്തിലെ മുഖ്യധാരാ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഈ പോരാളികളുടെ വീരകഥകൾ ഇന്നും കേരളീയ പൊതുസമൂഹത്തിന് വലിയൊരു പാഠമാണ്. കട്ടപ്പനയിൽ നടക്കുന്ന സ്മൃതി സംഗമത്തിൽ നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുമെന്ന്
IDF സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി ഷൺമുഖൻ അറിയിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത. നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒരു വിപുലമായ താലൂക്ക് തല യോഗം ഇന്ന് വൈകിട്ട് 18/7/2026 ശനിയാഴ്ച കാട്ടാക്കടയിൽ വെച്ച് ചേരുകയാണ്. കഴിഞ്ഞ ജൂലൈ 13 ചേർന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് നിർണായക യോഗം വിളിച്ചു ചേർക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് കാട്ടാക്കട ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് സമീപമുള്ള യൂണിക് അക്കാദമിയിലാണ് യോഗം നടക്കുക. ഈ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം താലൂക്ക് തല ആക്ഷൻ കൗൺസിലിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക എന്നതാണ്. സംസ്ഥാന സമിതി കൺവീനർ BL ജോസ്, ജില്ലാ ചെയർമാൻ മഞ്ചയിൽ വിക്രമൻ, മറ്റു ജില്ലാ നേതാക്കൾ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. താലൂക്കിലെ എല്ലാ ആളുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി വിനോദ് കിന്നാനയെ കൺവീനറായി ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ അറിയാനും യോഗത്തിൽ പങ്കെടുക്കാനും താലൂക്കിലെ എല്ലാ ആളുകളും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിനോദ് കിന്നാനയുമായി ബന്ധപ്പെടുവാൻ ശ്രീ BL ജോസ് അറിയിച്ചു. ഇന്ത്യൻ വോയിസ് വാർത്തകളിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങളുടെ നാട്ടിലും പരിസരത്തുമുള്ള വാർത്തകൾ നിങ്ങളുടെ മൊബൈലിൽ ലാൻഡ്സ്കേപ്പ് മോഡലിൽ ഷൂട്ട് ചെയ്യുക. നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോകളും ഫോട്ടോകളും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ അറിയിക്കുക. ഇന്നത്തെ ന്യൂസ് അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.